പ്രിയമുള്ളവരെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ച. കുരിശിലെ രോദനം കേൾക്കുക. നിനക്കായി ഞാൻ കുരിശിലേറി. നിന്റെ രക്ഷയ്ക്കു വേണ്ടി, നിന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി. ഈശോയെ, അങ്ങയുടെ മുൾമുടയിൽ നിന്നൊഴുകിയിറങ്ങിയ രക്തം വഴി എന്നെ ശുദ്ധീകരിക്കണമേ. പിശാചിൻ്റെ തലയെ തകർത്തുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷ നൽകിയ അങ്ങയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് എപ്പോഴും നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, ജ്വലിക്കുന്ന തിരുഹൃദയത്തൊഴുകിയിറങ്ങിയ രക്തം കൊണ്ട് അങ്ങയുടെ സ്നേഹത്തിൻ്റെ നിറവിൽ എന്നെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ കൃപാവരത്തിൻ്റെ നിറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. പ്രിയമുള്ളവരെ, ദുഃഖ വെള്ളിയാഴ്ചയെന്നും ഗുഡ് ഫ്രൈഡേ എന്നും പറയുന്നു. രണ്ടിനും വലിയ അർത്ഥങ്ങളുണ്ട്. ഗുഡ് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ നന്മയുടെ വെള്ളിയാഴ്ച. ദൈവം തൻ്റെ കൃപ അവരൻ ചുരിഞ്ഞുകൊണ്ട് തൻ്റെ പുത്രനെ നമുക്കായി നൽകി. തൻ്റെ വാഗ്ദാനം പൂർത്തീകരിച്ച് തൻ്റെ മകനെ ബലിയായി നൽകിക്കൊണ്ട് സമ്പൂർണമായിട്ടും രക്ഷ നമുക്കായി നൽകി. ദുഃഖവെള്ളിയാഴ്ചയാണ്. മനുഷ്യൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പീഡകൾ സഹിച്ചുകൊണ്ട് ക്രിസ്തുനാഥൻ നമുക്ക് വേണ്ടി കുരിശിലേറി. ആ പീഡകളുടെ മുമ്പിൽ ദുഃഖത്തിൻ്റെ നിറവ് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഇന്ന് 3 ശബ്ദങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒന്ന്, പീലാത്തോസ് ജനങ്ങളുടെ ആരവങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ ക്ലോഡിയ പീലാത്തോസിൻ്റെ ഭാര്യ കൊടുത്തയച്ച സന്ദേശം. ഇവൻ നീതിമാനാണ്, അവനെ കൊലപാതകികൾക്ക് വിട്ടുകൊടുക്കരുത് എന്നും അവൻ്റെ രക്തത്തിൽ നീ പങ്കുചേരരുതെന്നും, കാരണം അവൻ വിധിക്കുന്നൊരു ദിവസമുണ്ടെന്ന് അവൾ ഓർമ്മിപ്പിച്ചു. ആൾക്കൂട്ടത്തിൻ്റെ ബഹളത്തിൽ അവനത് കൂടുതൽ ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞില്ല. പ്രകൃതി തന്നെ ക്രിസ്തുവിൻ്റെ മരണത്തെ ദുഃഖത്തിൻ്റെ ഇരുളിൻ്റെയും ഒക്കെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. വലിയ ശബ്ദങ്ങൾ, ഇടിയും മിന്നലുമുണ്ടായി, അന്ധകാരമുണ്ടായി, തിരശ്ശീല നടുവേ കീറിപ്പോയി, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. പ്രകൃതി ദുരന്തങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചു എന്നൊക്കെ പറയുമ്പോൾ പ്രകൃതിയിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി, യേശുവിനെ കൊണ്ടുപോകുമ്പോൾ പത്രോസിനോട് പരിചാരിക പറയുന്നുണ്ട്, നീയും അവൻ്റെ കൂട്ടത്തിലാണ്. പത്രോസ് നിഷേധിച്ച് അല്ല എന്ന് പറയുന്ന സ്വരം. ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. പീലാത്തോസ് ശ്രദ്ധിക്കാതെ പോയ ശബ്ദത്തിനിടയിൽ ശ്രദ്ധിച്ച ശബ്ദമാണ് ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം. യേശുവിനെ ക്രൂശിക്കുക എന്നുള്ള ശബ്ദം അവൻ കേട്ടു. യേശു മരിക്കട്ടെ എന്നവൻ തീരുമാനിക്കുന്നു. ജനക്കൂട്ടത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ച് തിരിച്ചറിയണം. ഒരു മനസാക്ഷ്യമില്ലാത്ത ശബ്ദം. അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഭക്ഷണം, ഉറക്കം, തങ്ങളുടെ സുഖ സൗകര്യങ്ങൾ എന്നിവയാണ്. എന്നാൽ ഇന്ന് നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു, മനസാക്ഷി മരവിച്ചു പോയാൽ ദൈവം മരിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയിൽ ഓർക്കുക, ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്താതെ അവൻ്റെ ശബ്ദം കേൾക്കാം, അവൻ്റെ ശബ്ദത്തിന് കാതേർക്കാം, അവൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് മനസ്സാക്ഷി വിശുദ്ധമായി സൂക്ഷിക്കാം. അതിന് ഈശോ കുരിശിലേറിയ ഈശോയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ. ആമേൻ.